ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞത് നമ്മൾ എന്തായി തീരാനാണ്, ആരായി തീരാനാണ്? നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യം എന്താണ്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം നൽകുന്ന ഉത്തരം. റോമർ 8:29. നമ്മളെ ദൈവം വിളിച്ചത് യേശുക്രിസ്തുവിനോട് അനുരൂപപ്പെടാൻ ആണ്. റോമാലേഖനം 8-ാം അധ്യായം 29. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചു. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചത് എന്തിനാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്. തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാനാണ്, അല്ലെങ്കിൽ പുത്രനെ പോലെ ആക്കാനാണ്, യേശുക്രിസ്തുവിനെ പോലെ ആക്കാൻ. അപ്പോൾ നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരുന്നതാണ് ഈ യാത്രയുടെ അന്ത്യം, അല്ലെങ്കിൽ യേശുവിനെ പോലെ ആയിത്തീരാനാണ് കർത്താവ് നമ്മളെ വിശ്വാസത്തിലേക്ക് വിളിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെയൊരു ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടാനുള്ള കർത്താവിൻ്റെ വിളിയിലേക്ക് നമ്മൾ കടന്നു വന്ന് കഴിയുമ്പോൾ, അതിന് തടസ്സമായി നിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ കണ്ടുമുട്ടും. അതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ് എന്ന് റോമാലേഖനം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ വിവരിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തെ പോലെ ആവാൻ, യേശുക്രിസ്തുവിനെ പോലെ ആവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സത്തെക്കുറിച്ച് റോമാലേഖനം 7-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കാത്തത് ചെയ്യുന്നെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് കഴിയും, എന്നാൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിച്ചു പോകുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്നതൊരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ അങ്ങനെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു, എന്നാൽ എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന മറ്റൊരു നിയമം ഞാൻ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഇത്രയും വായിച്ച വാക്യങ്ങളുടെ രത്ന ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, നന്മ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, പക്ഷേ നന്മ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നന്മ പ്രവർത്തിക്കാതെ ഇരിക്കാൻ, നന്മ പ്രവർത്തിക്കുന്നത് തടയുന്ന ആ ഫോഴ്സ് എന്താണെന്ന് അദ്ദേഹം പറയുന്നത്, അത് എന്നിൽ, അതായത് എൻ്റെ അവയവങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ പാപം വസിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ റോമാലേഖനം 7:14 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു, യേശുക്രിസ്തുവിനെ പോലെ ആകാൻ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ അതിന് നമുക്ക് കഴിയാത്തതിൻ്റെ കാരണം, അതിന് തടസ്സം നിൽക്കുന്നത് വേറെ ആരുമല്ല, പിശാച് പോലുമല്ല, നമ്മുടെ ശരീരമാണ്. അത് 8-ാം അധ്യായത്തിൽ റോമർ 8-ൽ അദ്ദേഹം പറയുന്നുണ്ട്, 3-ാമത്തെ വാക്യത്തിൽ ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമം എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മുടെ യേശുക്രിസ്തുവിനെ പോലെ ആകാനുള്ള പരിശ്രമത്തിന് തടസ്സം നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ശരീരമാണ്. ഞാൻ ഈ പ്രശ്നം എന്താണെന്നൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് ഈ ശരീരത്തിൻ്റെ പ്രശ്നം? ഈ ശരീരത്തിന് അടിസ്ഥാനപരമായിട്ട് 3 പ്രശ്നങ്ങളുണ്ട്. ആ 3 പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദവും ഹവ്വയും പാപം ചെയ്യുമ്പോഴാണ്. ആ 3 പ്രശ്നങ്ങളിലെ ആദ്യത്തെ പ്രശ്നം മനുഷ്യൻ്റെ ശരീരത്തിനുള്ള ഒരു പോരായ്മയാണ്. മനുഷ്യന് സത്യം വിശ്വസിക്കുന്നതിനേക്കാളും എളുപ്പം നുണ വിശ്വസിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിങ്ങനെ ചിന്തിച്ച് നോക്കിയേ, അതായത് നമ്മളെ
നമ്മൾ പോകുന്ന വഴികളിൽ ദൈവം കാത്തു സൂക്ഷിക്കും എന്ന് വിശ്വസിക്കാനാണോ നിങ്ങൾക്കിഷ്ടം? അതോ ഒരു പൂച്ച കുറുക്കി അടിയാൽ എന്തെങ്കിലും ആപത്ത് വരുമെന്ന് വിശ്വസിക്കാനാണോ നിങ്ങൾക്ക് എളുപ്പം? രണ്ടാമത്തേത് വിശ്വസിക്കാനാണ് മനുഷ്യന് എളുപ്പം. അതായത് എന്തെങ്കിലുമൊക്കെ നുണകൾ വിശ്വസിക്കാനാണ് മനുഷ്യന് പെട്ടെന്ന് അവൻ്റെ ശരീരത്തിന് ഇഷ്ടം. സത്യം വിശ്വസിക്കുന്നതിനേക്കാളും ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് നുണ വിശ്വസിക്കാനാണ്. ഇതാണ് ആദ്യ മാതാപിതാക്കൾക്ക് ആദ്യം പറ്റിയത്. അവർ ഈ ദൈവം പറഞ്ഞത് വിശ്വസിക്കുന്നതിനേക്കാളും വിശ്വസിച്ചത് പിശാച് പറഞ്ഞ നുണയാണ്. അപ്പോൾ അങ്ങനെ നുണ വിശ്വസിച്ച് അവർ പാപം ചെയ്തു. ഇനി ഈ ശരീരത്തിൻ്റെ രണ്ടാമത്തെ പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നം സത്യം വിശ്വസിക്കുന്നതിനേക്കാളും നുണ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ശരീരം. രണ്ടാമത്തെ പ്രശ്നം, ഈ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ നഗ്നരാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് അവരുടെ നഗ്നത മറയ്ക്കാൻ സ്വന്തം പരിശ്രമങ്ങൾ എടുക്കുകയാണ്. അതിൻ്റെ പേരാണ് അത്തിയിലകൾ ധരിക്കുകയാണ്. അതായത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ രണ്ടാമത്തെ പ്രശ്നം, നമ്മൾ നമ്മുടെ ബലഹീനതകളെ നമ്മൾ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കും. നമ്മൾ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തും. ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എനിക്ക് നിങ്ങളെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്നത് ഇഷ്ടക്കേടാണ്. അതാണ് എൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ വരുന്നത് ഇഷ്ടക്കേടാണ്. പക്ഷേ അത് നിങ്ങൾ അറിയാതിരിക്കാൻ ഞാനൊരു കള്ളപ്പുഞ്ചിരി എൻ്റെ മുഖത്ത് എടുത്ത് അണിയും. ഇതിൻ്റെ പേരാണ് അത്തിയില. എനിക്ക് നിങ്ങളെന്തെങ്കിലും ഒരു സഹായം ചോദിക്കുമ്പോൾ അത് തരാൻ ഇഷ്ടമില്ല, പക്ഷേ ഞാനത് പ്രകടിപ്പിക്കാതെ അതെനിക്കിഷ്ടമാണ് എന്ന രീതിയിൽ ചിലപ്പോൾ പെരുമാറും. അതാണ് അത്തിയില. ഇത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് മനുഷ്യൻ്റെ ശരീരത്തിന് സ്വാഭാവികമായി നന്മ ചെയ്യാനുള്ള ഒരു ശേഷി പലപ്പോഴും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പല അത്തിയിലകൾ എടുത്തണിഞ്ഞ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവരായി കാണപ്പെടുന്നു. ഇതാണ് ശരീരത്തിൻ്റെ രണ്ടാമത്തെ വീക്ക്നെസ്. ഇനി ശരീരത്തിൻ്റെ മൂന്നാമത്തെ വീക്ക്നെസ്, നമ്മൾ നമ്മുടെ കുറ്റങ്ങൾ അംഗീകരിക്കാൻ മടിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കും. അതാണ് ആദം ഹവ്വയുടെ തലയിൽ കുറ്റം കെട്ടിവെക്കുന്നത്, ഹവ്വ പാമ്പിൻ്റെ തലയിൽ കുറ്റം കെട്ടിവെക്കുന്നത്. അതായത് നമ്മൾ പാപത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കില്ല, പകരം അതിന് പഴിചാരാൻ മറ്റാരെയെങ്കിലും നമ്മൾ കണ്ടെത്തും. അപ്പോൾ ഇങ്ങനെ ഈ മനുഷ്യൻ്റെ ശരീരത്തിന് ഇത്തരം പല പ്രശ്നങ്ങളുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ വേറൊരു പ്രശ്നമാണ്, മനുഷ്യൻ്റെ ശരീരത്തിന് സ്വാഭാവികമായി നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ശേഷിയില്ല. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാനുള്ള ശേഷി മനുഷ്യൻ്റെ ഈ സ്വാഭാവിക ശരീരത്തിനില്ല. മനുഷ്യൻ്റെ എല്ലാ നന്മ പ്രവൃത്തികൾക്കും ഒരു അപകടമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏത് നന്മ പ്രവൃത്തിക്കും ഒരു പ്രശ്നമുണ്ട്. ആ നന്മ പ്രവൃത്തി ചെയ്യുന്നതോടുകൂടി അത് ചെയ്തു എന്നൊരു അഹങ്കാരം നമുക്ക് വരുന്നുണ്ട്. രണ്ടാമതായിട്ട് മനുഷ്യൻ്റെ ഏത് നന്മ പ്രവൃത്തിക്കും വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഏത് നന്മ പ്രവൃത്തി ചെയ്താലും അതിന് നമ്മൾ ഒരു പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നുണ്ട്, ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ. അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട് ആത്മീയ ഭാഷയിൽ, മനുഷ്യൻ്റെ എല്ലാ നല്ല പ്രവൃത്തികളും അഹങ്കാരത്താലോ പ്രതിഫലേച്ഛയാലോ മലിനമാക്കപ്പെടുന്നു എന്ന്. എവറി ഗുഡ് ആക്ഷൻ ഈസ് കണ്ടാമിനേറ്റഡ് ബൈ ഐദർ പ്രൈഡ് ഓർ ബൈ ഡിസയർ ഫോർ റിവാർഡ്. ഇപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായി ക്രിസ്തുവിനെ പോലെ പെരുമാറാനുള്ള ശേഷിയില്ല, നിസ്വാർത്ഥമായി സ്നേഹിക്കാനുള്ള ശേഷിയില്ല. ഇനി ഞാൻ പറഞ്ഞില്ലേ, നന്മ പ്രവൃത്തികളുടെ പോലും പ്രശ്നം, നന്മ പ്രവൃത്തി ചെയ്തു എന്നൊരു അഹങ്കാരം നമുക്കുണ്ട്. നന്മ പ്രവൃത്തികൾക്ക് പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ഒരു മനസ്സാണ് നമ്മുടേത്. ഇത് കൂടുതൽ വിശദീകരിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. ഞാനതിലേക്ക് കടക്കുന്നില്ല നമ്മുടെ സമയ ചുരുക്കം കൊണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, ക്രിസ്തുവിനെ പോലെ ആവാൻ നമ്മളെ തടയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് വെളിയിലുള്ള ആരുമല്ല, നമ്മുടെ ശരീരമാണ്, നമ്മുടെ ശരീരത്തിൻ്റെ പോരായ്മകളാണ്. യോഹന്നാൻ, ശ്രാപക യോഹന്നാൻ നമ്മളെ വിളിച്ചൊരു പേരുണ്ട്, അണലി സന്തതികളെ, ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എല്ലാ മനുഷ്യൻ്റെയും ശരീരത്തിൽ ഈ പാപത്തിൻ്റെ വിഷമുണ്ട്. കത്തോലിക്ക ദൈവശാസ്ത്രം അതിനെ വിളിക്കുന്നത് കോൺക്യുപ്പീഷൻസ് എന്നാണ്, പാപാസക്തി. അതായത് പാപം ചെയ്യാനുള്ള ഒരു ആഗ്രഹം മനുഷ്യൻ്റെ സ്വാഭാവിക ജഡപ്രകൃതിയിലുണ്ട്, വീണുപോയ മനുഷ്യപ്രകൃതിയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്തു സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ശേഷി ഈ ശരീരത്തിലില്ല. ക്രിസ്തു സഹിച്ചതുപോലെ പരാതിയില്ലാതെ സഹിക്കാനുള്ള ശേഷി ഈ ശരീരത്തിലില്ല.
ക്രിസ്തു ആ, ക്ഷമിച്ചതുപോലെ നിരുപാധികം ക്ഷമിക്കാനുള്ള ശേഷി ഈ ശരീരത്തിലില്ല. ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള ശേഷി ഈ ശരീരത്തിലില്ല. പക്ഷേ നമ്മൾ ക്രിസ്തുവിനെ പോലെ 100% സ്നേഹമായി മാറുന്നില്ലെങ്കിൽ നമുക്ക് നിത്യത അവകാശപ്പെടുത്താൻ കഴിയത്തുമില്ല, നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുമില്ല. അപ്പോൾ ഈ പ്രശ്നത്തിനാണ് യേശു ക്രിസ്തു ദിവ്യകാരുണ്യമെന്ന മരുന്നിലൂടെ, ഔഷധത്തിലൂടെ പരിഹാരം കാണാൻ ശ്രമിക്കുന്നത്. ക്രിസ്തു പറയുകയാണ്, ഞാൻ മറ്റുള്ളവരെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ എൻ്റെ ശരീരത്തിനുള്ള ശേഷി നിങ്ങളുടെ ശരീരത്തിനില്ല. ഞാൻ മറ്റുള്ളവരോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ എൻ്റെ ശരീരത്തിനുള്ള ശേഷി നിങ്ങളുടെ ശരീരത്തിനില്ല. ഞാൻ സഹിച്ചതുപോലെ പരാതി കൂടാതെ സഹിക്കാനുള്ള ശേഷി എൻ്റെ ശരീരത്തിനുള്ളതുപോലെ നിങ്ങളുടെ ശരീരത്തിനില്ല. ഞാൻ പിതാവിനെ സ്നേഹിച്ചതുപോലെ ദൈവത്തെ സ്നേഹിക്കാനുള്ള ശക്തി എൻ്റെ ശരീരത്തിനുള്ളതുപോലെ നിങ്ങളുടെ ശരീരത്തിനില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ ബലഹീനത എനിക്കറിയാവുന്നതുകൊണ്ട് നിങ്ങൾ എന്നെപ്പോലെ ആകാൻ എൻ്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഞാൻ മേൽ പറഞ്ഞ സകല ശേഷിയുമുള്ള, സ്നേഹത്തിൻ്റെ അനന്ത സാധ്യതകളുള്ള, ക്ഷമയുടെ അനന്ത സാധ്യതകളുള്ള, ദൈവസ്നേഹത്തിൻ്റെ അനന്ത സാധ്യതകളുള്ള, ദൈവത്തെ പ്രതി സഹിക്കാനുള്ള അനന്ത സാധ്യതകളുള്ള എൻ്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇവിടെ ക്രിസ്തുവിൻ്റെ ശരീരം സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ക്രിസ്തു നമുക്ക് തരുന്ന അതിസ്വാഭാവിക സഹായമാണ് യേശു ക്രിസ്തുവിൻ്റെ ശരീരമെന്ന ദിവ്യകാരുണ്യം. ഇറ്റ്സ് എ സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ് ഗിവൺ ബൈ ജീസസ് ഫോർ അസ് ടു ബിക്കം ലൈക്ക് ജീസസ്. യേശുവിനെ പോലെ ആവാൻ യേശു നമുക്ക് തരുന്ന അതിസ്വാഭാവിക സഹായം, കൈത്താങ്ങിൻ്റെ പേരാണ് ദിവ്യകാരുണ്യം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഇത് ഔഷധമായി മാറുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഗതികേടുകൾക്കുള്ള പരിഹാരമാണ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതകൾക്കുള്ള പരിഹാരമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ കുർബാനയിൽ ആഗ്രഹിക്കണം, കർത്താവേ, എൻ്റെ ശരീരത്തിൻ്റെ പോരായ്മകൾ നിൻ്റെ ശരീരം കൊണ്ട് മറികടക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ശരീരത്തിൻ്റെ പോരായ്മകൾ നിൻ്റെ ശരീരം കൊണ്ട് മറികടക്കാൻ എന്നെ സഹായിക്കണമേ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിൽ നമ്മൾ കുർബാനയെ സംബന്ധിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന നമ്മുടെ ശരീരത്തിൻ്റെ, ഞാനിങ്ങനെ പറയാറുണ്ട്, ജനറ്റിക്കൽ സ്ട്രക്ചറിനെ പോലും മാറ്റിമറിക്കുന്ന ഒരു ശക്തിയായിട്ട് മാറും. നമ്മുടെ DNA അത് മാറ്റും, നമ്മുടെ ക്യാരക്ടർ അത് മാറ്റും, നമ്മുടെ സ്വഭാവത്തിൽ അത് വ്യത്യാസം വരുത്തും. നമ്മൾ കാണുന്ന കാഴ്ചയും നമ്മൾ ജീവിതത്തെ കാണുന്ന വീക്ഷണവും നമ്മൾ ജീവിതത്തെക്കുറിച്ച് എടുക്കുന്ന നിലപാടുകളും അത് രൂപാന്തരപ്പെടുത്തും. അപ്പോൾ കർത്താവ് നമുക്ക് തരുന്ന ഈ ഒരു പ്രശ്നത്തിന് തരുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമുക്ക് യേശുക്രിസ്തുവിനെ പോലെ ആകാൻ സാധിക്കാത്ത നമ്മുടെ ബലഹീനതയ്ക്ക് യേശു നമുക്ക് തരുന്ന ആ പരിഹാരമാണ്, സഹായമാണ് പരിശുദ്ധ കുർബാന.